Dear friends, കെംബിറ്റ്സിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ ഇനി വരാനിരിക്കുന്ന S5-ൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടോപ്പിക്സ് യു ഹാവ് ടു സ്റ്റഡി ഫോർ ദി ഓർഗാനിക് കെമിസ്ട്രി പേപ്പർ 2 ഫോർ ദി 5th സെമസ്റ്റർ BSc കെമിസ്ട്രി ഓഫ് കേരള യൂണിവേഴ്സിറ്റി. ഇവിടെ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ചെയ്യേണ്ടത് എല്ലാ റിയാക്ഷൻസും, കോമ്പൗണ്ട്സ്, അതിൻ്റെ മോളിക്കുലർ ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല, റിയാക്ഷൻസ്, റിയേജൻസ്, ഇക്വേഷൻസ് എല്ലാം എഴുതി പഠിക്കണം. എത്ര നമ്മൾ മനസ്സിലാക്കി പഠിച്ചാലും എഴുതുമ്പോൾ അത് പേപ്പറിൽ വരണമെന്നില്ല. അതുകൊണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്ത് വേണം എക്സാമിനേഷന് തയ്യാറെടുക്കാൻ. അപ്പോൾ സിലബസ് വളരെ ഫെമിലിയർ ആയിരിക്കണം. പലപ്പോഴും സിലബസിൽ ഓരോ കാറ്റഗറിയിലും വരുന്ന സബ് ടോപ്പിക്സ്, ഇപ്പോൾ പ്രിപ്പറേഷൻ മെത്തേഡ്സിൽ ചില നെയിം റിയാക്ഷൻസ് കാണും. അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ചില നെയിം റിയാക്ഷൻസ് കാണും. അപ്പോൾ ഇതൊക്കെ ഏത് ടൈപ്പ് കോമ്പൗണ്ടിൻ്റെതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ആ സിലബസ് എത്രത്തോളം ഫെമിലിയർ ആണോ അത്രത്തോളം എക്സാമിനേഷൻ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ ടോപ്പിക്സാണ് നമുക്ക് ഈ കെമിസ്ട്രി പേപ്പറിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കുന്നു. അതിലെ ഓരോ മോളിക്യൂളും, ഓരോ ടൈപ്പ് മോളിക്യൂളിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിനകത്ത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. സിലബസ് പ്രകാരം നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് എന്നൊരു ടോപ്പിക്കാണ്. ഫസ്റ്റ് മോഡ്യൂൾ ഈസ് ആൽക്കഹോൾ, ഫീനോൾ, ഈതേഴ്സ് ആൻഡ് ഈതേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ക്രൗൺ ഈതേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൽക്കഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്, OH. അപ്പോൾ ആൽക്കഹോൾ എന്ന് ജനറലായിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും ആൽക്കൈലാണ്. ആൽക്കൈൽ, OH. ഈ R എന്ന് പറയുന്നത് CH, ഒരു ഹൈഡ്രോ കാർബണാണ്. CH3 ആകാം, C2H5 ആകാം. ഇങ്ങനെ ജനറലായിട്ട് ഏത് ഹൈഡ്രോ കാർബൺ പാർട്ട് വേണമെങ്കിലും ഇതിനകത്ത് വരാം. അത് ആലിഫാറ്റിക് ആയിരിക്കും. ആലിഫാറ്റിക്. ഇപ്പോൾ CH3, C2H5 ഇങ്ങനെയൊക്കെയുള്ള റാഡിക്കൽസിനെ നമ്മൾ ആലിഫാറ്റിക് റാഡിക്കൽസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഫീനോൾസ് ആണ്. ഈ OH ഗ്രൂപ്പ് തന്നെ ഒരു ബെൻസീൻ റിങ്ങിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ക്യാരക്ടർ മാറുകയാണ്. ആ ടൈപ്പ് ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണെങ്കിലും ബെൻസീൻ റിങ്ങിൻ്റെ, അരോമാറ്റിക് റിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് ഇത് മറ്റൊരു ക്ലാസ് ഓഫ് കോമ്പൗണ്ടാണ്. അതാണ് നമ്മൾ അതിനെ ഫീനോൾസ് എന്ന് വിളിക്കുന്നത്. ഈ ഫീനോൾസിൽ തന്നെ പല സബ്സ്റ്റിറ്റ്യൂഷൻ വരും. അങ്ങനെ ബെൻസിൻ റിങ്ങിൻ്റെ പല പൊസിഷൻസിലും സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോൾസും നമുക്ക് ഇതിൽ പഠിക്കാനുണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈതേഴ്സാണ്. ഈതർ അത് മിക്സ്ഡ് ടൈപ്പും വരാം. ഉദാഹരണത്തിന് ആലിഫാറ്റിക്കും അരോമാറ്റിക്കുമായിട്ടും വരാം. ജനറലായിട്ട് ഈതേഴ്സ് എന്ന് പറയുന്നത് ROR'. ഓക്കെ, ഇതാണ് ഈതേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓക്സിജൻ ബിറ്റ്വീൻ 2 ആൽക്കൈൽ റാഡിക്കൽസ്. ക്രൗൺ ഈതേഴ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഈതേഴ്സ് ആണ്. അതിന് ഒരു കോംപ്ലക്സ് ക്രൗൺ ലൈക്ക് സ്ട്രക്ചറാണ് ഉള്ളത്. ഡിഫറെൻറ്റ് ഈതർ ലിങ്കേജ് വന്നിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, ഇത്ര പോലെ സിമ്പിളല്ല, കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ക്രൗൺ ഷേപ്പിലൊക്കെ വരുന്ന ഈതേഴ്സാണ്. അത് ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ഒരു ഷോർട്ട് ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ലേറ്റർ ഓൺ. അടുത്തത് സെക്കൻഡ് മോഡ്യൂളായിട്ട് നമുക്ക് വരുന്നത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ്. രണ്ടാമത്തെ മോഡ്യൂൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ. ഫസ്റ്റ് ആൽക്കഹോൾസ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് നമുക്കറിയാം, അത് ആലിഫാറ്റിക് ആകാം, ആരോമാറ്റിക് ആകാം. എനിവേ ദർ വിൽ ബി എ CHO ഗ്രൂപ്പ്. അപ്പോൾ ഇത് ഒന്നുകിൽ ആൽക്കൈൽ റാഡിക്കലുമായിട്ട്, അതല്ലെങ്കിൽ അറൈൽ റാഡിക്കൽ. അറൈൽ റാഡിക്കൽ നമ്മൾ ArCHO എന്ന് എഴുതും. അല്ലെങ്കിൽ ഈ AR എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബെൻസീൻ റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ റിങ് ആയിരിക്കാം. സോ ഇതാണ് ആൽഡിഹൈഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇപ്പോൾ ആൽഡിഹൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ
ജനറൽ മെത്തേഡ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം സ്റ്റാർട്ടിങ് കോമ്പൗണ്ട്, എന്ത് റിയേജൻ്റ് എടുക്കണം, ഇത്തരം കാര്യങ്ങളാണ് പ്രിപ്പറേഷനിൽ. അതുപോലെ തന്നെ ആൽഡിഹൈഡിൻ്റെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ്, അതിൽ തന്നെ ഇഷ്ടംപോലെ നെയിം റിയാക്ഷൻസ് കാണും. അങ്ങനെ സ്പെസിഫിക് നെയിമുള്ള റിയാക്ഷൻസ് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് കീറ്റോൺസ് ആണ്. കീറ്റോൺസ് നിങ്ങൾക്കറിയാം, ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കാർബണൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു ടു ആൽക്കൈൽ റാഡിക്കൽസ്. അത് ഒരേ തരം ആൽക്കൈൽ റാഡിക്കലാകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആവാം. അതുപോലെ തന്നെ ബെൻസീൻ റിങ് ArCOAr, ഇങ്ങനെയും കീറ്റോൺസ് വരാം. ഇനി അതല്ലെങ്കിൽ ഒരു R-COAR ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ അതേ ആൽക്കൈൽ റാഡിക്കലും അരൈൽ റാഡിക്കലും കമ്പൈൻഡായിട്ട് വരുന്ന കീറ്റോൺസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിരിക്കും. പിന്നെ ആൽഡിഹൈഡ്സിൻ്റെയും ആലിഫാറ്റിക് ആൽഡിഹൈഡ്സും ആരോമാറ്റിക് ആൽഡിഹൈഡ്സും എങ്ങനെയാണ് റിയാക്ഷനിൽ ഡിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആലിഫാറ്റിക് കീറ്റോൺസ്, ആരോമാറ്റിക് കീറ്റോൺസ്, പ്രത്യേകമായിട്ടുള്ള റിയാക്ഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് കാർബോക്സിലിക് ആസിഡ്സ്. തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് സൾഫോണിക് ആസിഡ്സ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സും കൂടെയാണ് ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. കാർബോക്സിലിക് ആസിഡ്സ് നിങ്ങൾക്കറിയാം, ഫങ്ഷണൽ ഗ്രൂപ്പ് COOH ഗ്രൂപ്പാണ്. ഇതെല്ലാം ലോവർ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഫങ്ഷണൽ ഗ്രൂപ്പാണ്. എങ്കിലും നമുക്ക് ഈ യൂണിറ്റ്, ഈ പേപ്പറിൻ്റെ കംപ്ലീറ്റ് ഡിസ്കഷനിൽ ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ വെച്ചിരിക്കുന്നത്. സൾഫോണിക് ആസിഡ് എന്ന് പറയുന്നത് SO3H, സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു ഡെറിവേറ്റീവായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ അല്ലെങ്കിൽ ഒരു ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് ആരോമാറ്റിക് സൾഫോണിക് ആസിഡ്, ആലിഫാറ്റിക് സൾഫോണിക് ആസിഡ്സ് വരും. പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് ഈ മെയിനായിട്ട്. കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആസിഡ് ക്ലോറൈഡ് ഉണ്ട്. ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുമ്പം RCOCl. പിന്നെ ആസിഡ് അമൈഡ് ഉണ്ട്, RCONH2, അമൈഡ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് അൺഹൈഡ്രൈഡ്സ് ഉണ്ട്, അത് R-CO അല്ലെങ്കിൽ RCO വന്നിട്ട് അൺഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ആസിഡ് ക്ലോറൈഡ്സ്, ആസിഡ് അമൈഡ്സ്, ആസിഡ് അൺഹൈഡ്രൈഡ്സ്, ഇങ്ങനെയുള്ള കാറ്റഗറി ഓഫ് കോമ്പൗണ്ട്സ് ആണ് ഡെറിവേറ്റീവ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് ഓർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സ് ആണ്. അപ്പം നൈട്രജൻ വരുന്ന ഏതെല്ലാം ഫങ്ഷണൽ ഗ്രൂപ്പാണോ വരുന്നത് അതെല്ലാം ഇതിനകത്ത് സ്റ്റഡി ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന അമീൻസ് ആണ്. അമീൻസ് നിങ്ങൾക്കറിയാം, NH2 ഗ്രൂപ്പിംഗ് ആണ്. NH2 ആണ് അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. RNH2 ആകാം. അതല്ല ബെൻസീൻ റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഇവിടെ NH2 വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് മാറും. അതിൻ്റെ പേര് പിന്നെ അനിലീൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഫീനോൾസ് കണ്ടത്. ആലിഫാറ്റിക് ഫീനോൾസ്, ആലിഫാറ്റിക് ആൽക്കഹോൾസ്. ഫീനോൾസ് എന്ന് പറയുമ്പോൾ ആരോമാറ്റിക് ആയിട്ട് OH ഗ്രൂപ്പ് വരുന്നതാണ് ഫീനോൾസ്. അതുപോലെ തന്നെ ആലിഫാറ്റിക് റാഡിക്കലിൻ്റെ കൂടെ NH2 വരുമ്പം അത് നോർമലി അമീൻസ് എന്ന് വിളിക്കും. ആരോമാറ്റിക് റിങ്ങിലാണ് NH2 വരുന്നതെങ്കിൽ അതിനെ നമ്മൾ അനിലീൻസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസ് ഉണ്ട്. നമുക്കറിയാം, പ്രൈമറി എന്ന് പറഞ്ഞാൽ RNH2 ആണ്. സെക്കൻഡറി അമീൻ എന്ന് പറയുന്നത് R2NH ആണ്. ആൻഡ് ടെർഷ്യറി അമീൻ എന്ന് പറയുന്നത് R3N ആണ്. ഇങ്ങനെയുള്ള ഡെറിവേറ്റീവ്സും അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നൈട്രോ കോമ്പൗണ്ട്സും നൈട്രജൻ കണ്ടെയ്നിങ്ങിൽ വരുന്നുണ്ട്. അത് ആലിഫാറ്റിക് RNO2 ടൈപ്പും അതുപോലെ തന്നെ ബെൻസീൻ റിങ്ങിൽ NO2 വരുന്ന നൈട്രോ ബെൻസീൻ ഡെറിവേറ്റീവ്സും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അടുത്ത ഫിഫ്ത്ത് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അത് ജനറലി ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, പിന്നെ സൂക്രോസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ
ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് മോണോസാക്രൈഡ്സിൽ വരും. സൂക്രോസ് എന്ന് പറയുന്ന ഡൈസാക്രൈഡിലാണ് വരുന്നത്. പിന്നെ പോളിസാക്രൈഡ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സെല്ലുലോസ് ആൻഡ് സ്റ്റാർച്ചാണ് പോളിസാക്രൈഡ്സ്. അപ്പം അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസൊക്കെ പഠിക്കുന്ന ഒരു മോഡ്യൂളാണ് കാർബോഹൈഡ്രേറ്റ്സ്. നെക്സ്റ്റ് വരുന്നത് ഓർഗാനോമെറ്റാലിക്സ് ആണ്. ഓർഗാനോമെറ്റാലിക്സ് അതായത് 6th യൂണിറ്റ്. ഓർഗാനോമെറ്റാലിക്സിൽ നിങ്ങൾക്ക് മെഗ്നീഷ്യം കോമ്പൗണ്ട്സ്, ആൽക്കയിൽ മെഗ്നീഷ്യം കോമ്പൗണ്ട്സ് പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഗ്രിഗ്നാർഡ് ഏജൻ്റാണ്. അതിൻ്റെ സിന്തസിസ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ്, പിന്നെ ഇതിൻ്റെ എല്ലാം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് അതിനകത്ത് വന്നിട്ടുള്ളത് ലിഥിയം കോമ്പൗണ്ട്സ്, മെഗ്നീഷ്യം കോമ്പൗണ്ട് പോലെ ഓർഗാനിക് ലിഥിയം കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ ഓർഗാനിക് സിങ്ക് കോമ്പൗണ്ട്സ്, ഇത്രയുമാണ് അതിനകത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട്സ്. അതിൽ 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ള ഈത്തൈൽ അസറ്റോ അസറ്റേറ്റ്, അതുപോലെ തന്നെ അസറ്റിക് എസ്റ്റർ. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ നമ്മൾ നോക്കും. അസറ്റിക് എസ്റ്റർ സ്ട്രക്ചർ നോക്കും, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസും നോക്കാനുണ്ട്. ഇതേ ഓർഗാനോമെറ്റാലിക്സിൽ തന്നെ ചില സ്പെഷ്യൽ റിയേജൻസും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതെന്ന് പറയുന്നത് നമുക്ക് സിന്തറ്റിക് ആപ്ലിക്കേഷൻസ് ഉള്ള ചില കോമ്പൗണ്ട്സ് ആണ്. ഒന്ന് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇത് നമ്മൾ ഇനോർഗാനിക്കിനകത്ത് ഇമ്പോർട്ടൻ്റ് റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് പഠിക്കുന്ന കോമ്പൗണ്ട്സ് തന്നെയാണ്. ദെൻ NaBH4 സോഡിയം ബോറോഹൈഡ്രൈഡ്, പിന്നെ സെലിനിയം ഓക്സൈഡ് SiO2, പിന്നെ ഒരു കോമ്പൗണ്ട് കൂടെ ഉണ്ട് NBS. ഈ NBS എന്ന് പറയുന്നത് അതിൻ്റെ ഫോമുല, അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് N ബ്രോമോ സക്സിനിമൈഡ്. അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സിന്തറ്റിക് ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഓർഗാനോമെറ്റാലിക്സിനകത്ത് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി യൂണിറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ലാസ്റ്റ് 7th യൂണിറ്റാണ്, മോഡ്യൂളാണ്. അത് സൂപ്രാമോളിക്കുലർ കെമിസ്ട്രിയും ഗ്രീൻ കെമിസ്ട്രിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഓരോ ചാപ്റ്ററിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിം റിയാക്ഷൻസ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ വരുന്ന നെയിം റിയാക്ഷൻസ്, പിന്നെ അഡിഷൻ റിയാക്ഷൻസ്, എലിമിനേഷൻ റിയാക്ഷൻസ്, കണ്ടൻസേഷൻ റിയാക്ഷൻസ്, ഇങ്ങനെയുള്ള സ്പെഷ്യൽ റിയാക്ഷൻസ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് ഓരോരോ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പം റെഡിയായിരിക്കുക. ഓർഗാനിക് കെമിസ്ട്രി വരാൻ പോകുന്ന ഓർഗാനിക് കെമിസ്ട്രി എക്സാമിനേഷൻ വളരെ രസകരമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.